ട്വിറ്ററിൽ ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു പോൺ ആക്ടർ ഉണ്ട്, ഗേ പോൺ ആക്ടർ ഉണ്ട്. അപ്പൊ പുള്ളി ഒരു സാധനം പോസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി ഗസ് ദ സെലിബ്രേറ്റ് എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ കൊടുത്തു, എന്തോ ഒരു പോൺ വീഡിയോ. അപ്പൊ അതില് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാനാണ് എന്നുള്ള രീതിയിൽ, അതായത് പുള്ളിയുടെ കൂടെ ഉള്ള ആള് ഞാനാണ്. അതിൽ ആ പയ്യന്റെ ഫേസ് പോലും കറക്റ്റ് കാണുന്നില്ല, എന്തോ കടക്കുന്ന വീഡിയോ, ഫുൾ എന്തോ ഞാൻ കണ്ടിട്ടില്ല, കുറച്ച് പാർട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് ആൾക്കാർ അത് ഞാനാണെന്ന് പറഞ്ഞ് ഒരു സാധനം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഞാനത് അങ്ങനെ കാര്യമൊക്കെ എടുത്തില്ല, കാരണം നമുക്കറിയില്ല നമ്മളെ അതങ്ങനെ കാര്യമൊക്കെ എടുത്തില്ല. പക്ഷെ ആ വീഡിയോവും ഇപ്പൊ അവര് ഇതിന്റെ കൂടെ, അതായത് എന്റെ കുറച്ച് മോഫ്ഡ് ഫോട്ടോസ് വന്നു, ഇതിന്റെ കൂടെ ആ വീഡിയോ അത് ഞാനാണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. 2 വർഷം മുമ്പേ ഞാൻ പോണ്ടി പോയപ്പോഴത്തെ ഫോട്ടോസ് ആണ്. എന്തോ ഭാഗ്യത്തിന് എന്റെ പഴയ ഫോണിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെന്താ സംഭവിച്ചാൽ അന്ന് എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. അന്ന് സബ്സ്ക്രിപ്ഷനിൽ ഞാൻ സ്റ്റോറി ഇടക്കിടക്ക് ഇടുമായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ അതിന് വേണ്ടി എടുത്ത ഫോട്ടോസ് ആണത്. അതായത് ഞാൻ അതിൽ എവിടെ ട്രിപ്പ് പോയ ഒരു ഷഡി ഫോട്ടോ എന്തായാലും നിർബന്ധമായിരിക്കും, നിങ്ങൾ കാണുന്നതല്ല, കാരണം ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അധികം ഷർട്ട്ലെസ് ഫോട്ടോസ് ആണ് ഞാൻ എന്റെ സബ്സ്ക്രിപ്ഷൻ ഇട്ടിരുന്നത്. അന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഈ ഫോട്ടോസ് ഒക്കെ. ഈ ഫോട്ടോസ് ആണ് അവർ മോർഫ് ചെയ്തിട്ട് ഇപ്പോൾ വാട്സപ്പിലൂടെ പ്രചരിക്കുന്നത്. ഈ ഫോട്ടോസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് ഈ ഫോട്ടോ ഒക്കെ നല്ലപോലെ എന്നെ വെളുപ്പിച്ചിട്ടുണ്ട്, കാരണം അവർ വെച്ചത് ഏതോ ഫോറിനറിന്റെ അണ്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ അതുമായിട്ട് എന്റെ സ്കിൻ കളർ മാച്ചാൻ വേണ്ടിയിട്ട് താഴത്തെ ഫോട്ടോ നന്നായിട്ട് വെളുപ്പിച്ചിട്ടൊക്കെ എന്തായാലും ഇത് ചെയ്ത എഡിറ്ററോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മാച്ചാൻ ഒരു അണ്ടിയെങ്കിലും നിങ്ങൾക്ക് വെച്ചൂടെ. അഖിൽ ഷാ കുറച്ചും കൂടി ഒരു സീരിയസ്നെസ് ഇതിന്റെ കുറച്ച് സംസാരിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പലർക്കും ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അഖിൽ ഷാക്ക് ചിലപ്പോൾ ഈ പറയുന്ന രീതി ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്തതാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒന്നാമത് ഇതിന് ലീക്ക് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എന്റേതും ലീക്കാവും നിങ്ങളതും ലീക്കാവും എന്നല്ല, ഇത് ലീക്കല്ല, ഇത് ഇവർ മോർഫ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്ന അവരുടെ അപരാധമാണ്. ഓക്കെ, അതിന് മോർഫ് ചെയ്ത സാധനം നമ്മൾ ലീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അതിനെ ചെറുതാക്കരുത്. ഇത് നമ്മളുടെ അടുത്ത് ലീക്കാവുന്നതല്ല. പിന്നെ ഈ പറഞ്ഞ അഖിൽ ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ കുറച്ച് കാലമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അഖിൽ ഷായോട് വ്യക്തമായിട്ടുള്ള വൈരാഗ്യമുള്ള ഒരു ബെൽറ്റ് ഇവിടെ ഉണ്ട്. അത് ഈ മതപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത് കൊണ്ടുള്ള ഒരു ബെൽറ്റാണ്. വാട്ടവർ ആരും ആയിക്കോട്ടെ, ഒരു വ്യക്തി ഇനിയിപ്പോൾ പലരും ചോദിക്കും അവരെന്തിനാണ് ഈ ഷെട്ടിപ്പുറത്തുള്ള വീഡിയോ എല്ലായിടത്തും ഫോട്ടോ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഇടണം, അതവർ നിർബന്ധമാണെന്നൊക്കെ. അയാളുടെ ഇഷ്ടമാണ്, അയാൾ ഫുള്ളായിട്ട് തുറന്ന് കാണിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഒരാണിന് എന്ത് ഷർട്ട് ഇടാതെ ഒരു ഫോട്ടോ വീഡിയോ ഇട്ടൂടെ? എല്ലാം 6 പാക്കുള്ളത് മസിലുള്ളവർ മാത്രമേ ഷർട്ട് ഇടാതെ വീഡിയോ ഫോട്ടോ ഇടാൻ പാടൂ എന്നൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇവിടെ അഖിൽ ഷാ ഈ കംപ്ലീറ്റ്ലി വന്നിട്ട് ഇങ്ങോട്ട് തുറന്ന് കാണിച്ചതല്ല. അഖിൽ ഷാ അവൻ്റെ കോണ്ടന്റുകൾ ചെയ്യുന്നതിൻ്റെ ഒരു പാറ്റേണിൽ അവനത് ചെയ്തിട്ട് പോകുന്നു. അവനോട് ദേഷ്യമുള്ളവർ ഇതേപോലെ ഈ സാധനം എടുത്തുകൊണ്ട് നിങ്ങളത് ആലോചിക്കും, ഇത് വിൽക്കണമുണ്ട് കാശിന്. ഓക്കെ, ഇത് വിൽക്കണമുണ്ട്. ആണുങ്ങൾ ഇപ്പം പെണ്ണുങ്ങൾ അനുഭവിക്കുന്നത് ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആണുങ്ങൾ ഇത്രയും സാധനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും ആണുങ്ങൾക്ക് ഇങ്ങനെ വിൽപ്പനയ്ക്ക് ഉണ്ട് എന്നുള്ളതും ഒരു പക്ഷേ ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ശേഷം മടിയുണ്ടാവും. ബട്ട് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പെണ്ണുങ്ങൾക്ക് എങ്ങനെയാണോ വിൽക്കപ്പെടുന്നത്, എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനത്ര തന്നെ ഒരാണിൻ്റെ ശരീരത്തിനും ഇവിടെ ഈ പറഞ്ഞ കാമവെറിയന്മാരുണ്ട്, വെറിയത്തികളുണ്ടാവും. അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വിൽപ്പന ഫേക്കായി ക്രിയേറ്റ് ചെയ്ത് വിൽപ്പന നടത്തുന്ന ബെൽറ്റ് ഇവിടെ വളരെ ആക്റ്റീവാണ്.